ഇതാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ്, ഏറ്റവും പൊക്കം കൂടിയ ലൈറ്റ് ഹൗസ്. ഹായ് മൊഞ്ചന്മാരെ മൊഞ്ചത്തിമാരെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തെ ഏറ്റവും, അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസിന് മുന്നിലാണ് കേട്ടോ. ഇതാ ലൈറ്റ് ഹൗസ്, കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നല്ല ഉയരമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ആണ് ഇന്ന് നല്ല മഴയായതുകൊണ്ട് കുടയൊക്കെ ചൂടിയായിട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ്. അതായത് പണ്ടത്തെ കാലത്തും അല്ല, ഇപ്പോഴത്തെ കാലത്താണ് ബ്രിട്ടീഷ് ഭരിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ കടലിലേക്ക് ദിശ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണിത ഒന്നാണ് ഇത്. അന്നേരം ഉണ്ടായിരുന്നത് അതായത് മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ ലൈറ്റ് കത്തിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇപ്പം ഇത് ഇലക്ട്രിക്കലൊക്കെ ആയി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാം, നിങ്ങൾക്ക് റഡാറൊക്കെ തിരിയുന്നത് കാണാം കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പം ഇതിൻ്റെ വെട്ടം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കപ്പലിൽ ഉൾക്കടലിലേക്ക് പോയിട്ടുള്ള കപ്പലുകളൊക്കെ കൃത്യമായിട്ട് ദിശ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തടസ്സവും കൂടാതെ കരയ്ക്കെത്തുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് കണ്ടുകൊണ്ടാണ് അവർ അതായത് ഉൾക്കടലിലൊക്കെ പോയിട്ടുള്ള കപ്പലുകാർ, അവർ കപ്പിത്താനൊക്കെ ഇതിൻ്റെ ലൈറ്റ് കണ്ടുകൊണ്ട് അവർ കരയുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് അവർക്ക് കൂടുതൽ എളുപ്പമാകുന്നത്. മറ്റെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് വഴി കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാം. ഇനിയിപ്പോൾ കാണിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷുകാർ, അതായത് ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന വിളക്കുകൾ, അത് ഈ ലൈറ്റിന് പകരം, അതായത് ലൈറ്റ് കത്തിച്ചിട്ട് അതിന് ചുറ്റും ലെൻസുകളാണ്. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് കടലിൽ പോയിരുന്ന കപ്പലിലെ ആൾക്കാർക്ക് കറക്റ്റായിട്ട് കരയ്ക്ക് വരാനായിട്ട് അവർക്ക് ലൈറ്റ് കിട്ടുന്നത്, മനസ്സിലാകുന്നത്. അപ്പം ഇതാണ് ആ വിളക്കുകൾ കേട്ടോ, പണ്ട് മാനുവലായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിളക്ക്. ഇതാണ് വിളക്കുകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അടിപൊളി, ഇവിടുന്ന് വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. പണ്ടത്തെ ആ മോഡലുള്ള ആ ഒരു ഇത് ഓപ്പണിങ്, വിൻഡോ ഓപ്പണിങ് ഉണ്ട്, അത് വെറൈറ്റി ആണ് കേട്ടോ. ഇതുണ്ട്, ലൈറ്റ് ഹൗസിലേക്ക് കയറി പോകേണ്ട പടിയാട്ടോ ഇത്. എന്നാ പടിയാ, സ്ട്രെയിറ്റ് ആയിട്ട്. പക്ഷെ ഇതിനെന്തോ തകരാറൊക്കെ സംഭവിച്ചായിരുന്നു അല്ലേ? നെറ്റിലാണ് നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഇല്ലായിരുന്നു, മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. പണ്ട് ഇത് കത്തിച്ചോണ്ടിരുന്നത് കറണ്ടൊന്നുമില്ലാത്ത സമയത്ത് മണ്ണെണ്ണ വെച്ചല്ലേ? അതിൻ്റെ താഴെ ഒരു കണ്ണാടി കൽമറില്ലേ, പിന്നെ ഇരിപ്പുണ്ട് മണ്ണെണ്ണ കത്തിക്കുന്ന ഏത് താഴെ ഉണ്ട്, കാണാൻ പറ്റുമോ? അൽമാരി താഴെ ഇറങ്ങിച്ചല്ല, ഏറ്റവും താഴെ അല്ലല്ല, ഇതിന് താഴെ, തൊട്ട് താഴെ അല്ലേ? അവിടെ അല്ലേ? അതിന് പ്രകാശം വന്നാൽ അത്രയും ലോങ് കിട്ടുമോ? പ്രകാശം കിട്ടുന്നത് ലൈറ്റിന്റെ ഇതുകൊണ്ടല്ല, ഇതിന്റെ ലെൻസാണ്. ലെൻസിന് റിഫ്ലക്റ്റ് ആയിട്ട് പുറത്ത് പോവാണ് ഇതിന്റെ ടോപ്പിലുള്ള ലെൻസ്. ഈ ലൈറ്റിന്റെ ഗ്രൗണ്ട് മൊത്തം ലെൻസ് വെച്ചേക്കാണ്, ലെൻസ് റൊട്ടേറ്റ് ആവുകയാണ്. അപ്പോൾ അതിന് തട്ടി റിഫ്ലക്റ്റ് ആയി പുറത്ത് പോവാണ്. ഇത്രയും ദൂരത്തിൽ ലൈറ്റ് പോകത്തില്ല, അല്ലെങ്കിൽ അതിന് വലിയ ഇത് ബീമുള്ള ലൈറ്റ് വേണം. ഇത് തട്ടിയാണ് പോകുന്നത്. അപ്പൊ ഈ ഇതിന്റെ കളർ എന്താ നേരം? റെഡാ ഈ ലൈറ്റിന്റെ? അത്രേ ഉള്ളൂ അല്ലേ? രാത്രിയിലാണ് കൂടുതൽ ഇവർക്ക് രാത്രിയിൽ ഉപകാരപ്പെടും അല്ലേ? കരയോടെ എടുക്കാൻ വേണ്ടിട്ടല്ലേ? പകലിന്റെ ആവശ്യമില്ല, ദൂരത്തിൽ നിന്ന് കാണാമല്ല, ഇന്നൊരു കരയാണെന്ന് കാണാൻ പറ്റില്ല. ഇത് ഉൾക്കടലിലൊക്കെ പോയിട്ടില്ല അല്ലേ? അത് കപ്പലല്ലേ അവിടെ കാണുന്നത്? അത് കൊല്ലം പോർട്ട് അങ്ങ് ലാസ്റ്റ് കാണുന്നത്. ഇത് മീൻ കിടപ്പുള്ള വടി ഈ കാണുന്നത് അല്ലേ? അത് ഷിപ്പാണ് ലാസ്റ്റത്തെ ആ നീല കളറ്.
അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അങ്ങോട്ട് വിടത്തില്ല. അത് അവിടെ വേറെ സെക്യൂരിറ്റി ഇഷ്യൂ, അതിന് പ്രത്യേക പാർട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ. ഓ അങ്ങനെയല്ലേ? ഗേറ്റ് വരെ ഈ സംഭവം എന്ന് വെച്ചാൽ ബ്രേക്ക് വാട്ടർ പാർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ബ്രേക്ക് വാട്ടർ തിരമാല സുനാമി കഴിഞ്ഞ് നിർമ്മിച്ചതാണ്. തിരമാലകൾ അടിച്ചു കയറി ഈ കാണുന്നത് കേട്ടോ, ഈ നേരെ നടുക്കൂടെയുള്ള വഴി അല്ലേ? അതിനാണ് അറിയപ്പെടുന്നത് ബ്രേക്ക് വാട്ടർ. ബ്രേക്ക് വാട്ടർ അല്ലേ? തിരമാലകളെ സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് വാട്ടർ. അപ്പോൾ അതിൽ നടന്നു പോകാൻ പറ്റത്തില്ല അല്ലേ? അതിൽ നടന്നു പോകാൻ പറ്റത്തില്ല. അതിൽ അങ്ങോട്ട് നാട്ടിൽ ഗേറ്റ് വിടത്തില്ല. ആ ഗേറ്റ് വരെ ഉള്ളൂ. ഗേറ്റ് വരെ അവിടെ വരെ പോകാം. അങ്ങോട്ട് ഗേറ്റ് വിട്ടാൽ പല പല പ്രശ്നങ്ങൾ. ഈ ജോഡികളൊക്കെ വരുന്നില്ല. ജോഡികളൊക്കെ ലഹരി അങ്ങനെയൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സെക്യൂരിറ്റി ഇഷ്യൂ കാരണം അത് നിർത്തി വെച്ചേക്കും അല്ലേ? ഇത് കൊല്ലം മുഴുവൻ കാണാം. കൊല്ലം മൊത്തം കാണത്തില്ലല്ലേ? കൊല്ലം ടൗൺ ഏതാ? ആ ഒരു ഭാഗം മൊത്തം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ടോപ്പ് ഭാഗം. അങ്ങോട്ടും ആ സൈഡിലേക്ക് പോകാം. അന്നത്തെ കാലത്ത് തലേന്ന് ആലോചിച്ചോ, സമ്മതിക്കണം അല്ലേ? ഓരോരോ രീതികൾ ഓരോരോ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നതല്ലേ കൂടുതൽ ഈസിയാക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാട്ടോ, ഇത് സൂപ്പറാ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അടുത്താണ് ഇത് പറയുന്നത്. നല്ല മഴയാണ്. നല്ലോണം ഈ സൈഡിൽ നിൽക്കുന്ന ഏറ്റവും നല്ലത്. മറ്റേ തോണികളും അത് ഇതാ കേട്ടോ നമ്മുടെ ഹാർബർ, ഫിഷിംഗ് ഹാർബർ കോട്ടയത്തെ. ഇത് ശരിക്കും സ്ഥലപ്പേരെന്ന് ചോദിച്ചോ ചേട്ടാ? ഇത് ശരിക്കും സ്ഥലപ്പേരുണ്ട് കേട്ടാ. തങ്കശ്ശേരിയാണ്. തങ്കശ്ശേരിയിലാണ് കേട്ടോ ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. തങ്കശ്ശേരി. നല്ല രസമാക്കിയേ. ഓ പൊളിയാ കേട്ടോ. ഇത് കണ്ടോ നമുക്ക്? അതായത് അങ്ങ് ദൂരത്തെ നിന്നൊക്കെ വരുന്ന, അതായത് ഇപ്പം ഉൾക്കടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കപ്പലൊക്കെ ഇല്ലേ, ഉൾക്കടലിലൊക്കെ പോയിട്ടുള്ള കപ്പൽ രാത്രി സമയങ്ങളിൽ അവർക്ക് തീരദേശത്തേക്ക് വരുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നിലേക്ക് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് എന്താ വെച്ചാൽ ഈ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് കണ്ടുകൊണ്ട് അവർക്ക് തീരത്തേക്ക് വരുവാനായിട്ടൊക്കെ സാധിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ വഴി തെറ്റിയൊക്കെ പോകാനുള്ള ചാൻസുകളുണ്ട്. ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ സമയത്ത് അന്നേരം കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അവർ അല്ലാതെ നമ്മൾ ഈ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന പോലെ അത്തരം രീതിയിലായിരുന്നു അവരിങ്ങനെ പ്രകാശം കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് സാധാരണ ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തീരദേശങ്ങളിലാണ്. തീരദേശങ്ങളിൽ ഇല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഈ ലൈറ്റ് ഹൗസ് അവർ സ്ഥിതി ചെയ്യുക. കരയോട് അടുത്ത് തന്നെയായിരിക്കും. കാരണം കരയ്ക്കോട്ട് എത്തിച്ചേരുവാനായിട്ട് ഏതൊരു രീതിയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ ലൈറ്റ് ഹൗസ് പണിതിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയാനുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വന്നാൽ നമുക്ക് നല്ല വ്യൂ ആണ്. കാരണം വെച്ചാൽ ഇത് ഇത്രയും ഹൈറ്റിൽ ഇത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന അവർക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രകാശം. അപ്പം അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ അത്രയും വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളിയാണ്. പൊളി. അവിടെ കാണുന്നത് ഫിഷിംഗ് ഹാർബറാണ് കേട്ടോ. ഫിഷിംഗ് ഹാർബർ അടിപൊളിയാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഹോളി വ്യൂ. വാ ഏതാ ലുക്ക്.
കാണാൻ വേറെ ലെവല്. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസിൽ വന്നിട്ടുള്ള കൊല്ലത്ത് തങ്ങാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലൈറ്റ് ഹൗസിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഈ മഴയുടെ സമയത്ത് മഴവെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണം, അടിപൊളി വ്യൂ. വാടി കടപ്പുറം. ഏതാ? വാടി കടപ്പുറം ഹാർബർ അല്ലേ അത്? കടപ്പുറം. ഈ പാതയിലൂടെ പോകാൻ പറ്റുമോ ചേട്ടാ? അത് കണ്ടോ? അത് അല്ല, ആ ഗേറ്റ് വരും അകത്തോട്ട് നടത്തി. അവരത് ക്ലോസ് ചെയ്തതാ അത്? സെക്യൂരിറ്റി. അവിടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ആ പാതയിലൂടെ. ആണോ? ഇത് തങ്ങാശ്ശേരി അല്ലേ ചേട്ടാ? ഇത് തങ്കശ്ശേരി അല്ലേ? കൊല്ലം തങ്കശ്ശേരി. ചേട്ടൻ്റെ പേരെന്നാ? ശ്രീകുമാർ അല്ലേ? നല്ല അടിപൊളി വ്യൂ അല്ലേ ചേട്ടാ ഇവിടെ? ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഹാർബറും കൊല്ലം പോയിട്ട് കപ്പലുകൾ. ഇതല്ലേ? ഇതന്നെ ഇവര് ഇന്ന് ഫിഷിങ്ങിന് പോവാത്തതാ? അങ്ങ് വലിയത് അവിടെ കിടക്കുന്ന കപ്പലല്ലേ? അവിടെ പോകാൻ പറ്റുമോ ചേട്ടാ? അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലേ? അടിപൊളി രസമാണ്. ഇത് ഏത് സമയം, എത്ര മണിയാകുമ്പോഴാണ് ലൈറ്റ് ഒക്കെ ഓണാക്കുന്നത്? 6 മണിക്കാ? അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് അങ്ങ് വരെ കിട്ടും. എവിടം വരെ? എത്ര? 46 കിലോമീറ്റർ വരെ. 46 കിലോമീറ്റർ വരെ ഇതിൻ്റെ ലൈറ്റ്. അപ്പോൾ അത് മറ്റേ താഴെ കറങ്ങുന്നത് അത് മറ്റേ റഡാർ അല്ലേ? അതെങ്ങനെയാ? അത് നേവിയുടെയാ? അതെങ്ങനെയാ അതിൻ്റെ പ്രവർത്തനം? അത് വേറെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് 6 മണിയാകുമ്പോൾ ഓണാക്കും. എന്നിട്ട് രാവിലെ എത്ര മണിയാകുമ്പോൾ ഇത് ഓഫാക്കുന്ന നേരം? ഇതോണാ ചേട്ടന് ഫേസ് കിട്ടുന്നില്ല. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് എത്ര, കുറേ കിലോമീറ്റർ കിട്ടും അല്ലേ ഉള്ളിലേക്ക്? ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരവുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് മഴയായതുകൊണ്ടായിരിക്കുമല്ലോ ആൾക്കാർ കുറവ്? അതുകൊണ്ടല്ലേ? ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നേ. അതെ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഔട്ട്സൈഡിൽ വരുന്നുണ്ടല്ലേ? അതെ അല്ലേ? ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതല്ലേ ഇത്? നൈസ് വ്യൂ. അപ്പോൾ ഞാനുള്ളത് ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ, ഏറ്റവും ടോപ്പിൽ. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇറങ്ങിയത് കേട്ടോ, ഏറ്റവും ടോപ്പിൽ. ഇത് കണ്ടോ? എന്നാ രസമാണ് കാണാൻ. പൊളി വ്യൂ എന്ന് പറഞ്ഞാൽ പൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. നോക്കിയാൽ എന്തോരം ബോട്ടൊക്കെ, എന്നാ രസം ഇത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് എന്നറിയപ്പെടുന്നത് ഈ കൊല്ലത്തുള്ള ലൈറ്റ് ഹൗസ് കേട്ടോ. കൊല്ലത്തുള്ള ലൈറ്റ് ഹൗസ് ഇത് കേട്ടോ. കണ്ടാതിങ്ങനെ കറങ്ങുന്നതാണ്, കണ്ടോ? കാണാൻ സാധിക്കും. ഇത് കണ്ടോ? എന്നാ കാറ്റാണെന്നറിയോ? ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ, നല്ല കാറ്റടി. അടിപൊളി വ്യൂ കേട്ടോ. ഇത് കണ്ടോ? നല്ല പൊളി. എനിക്ക് ഫോട്ടോയൊക്കെ പോകുന്നത് എന്നാ രസം കാണാൻ, നല്ല രസം കേട്ടോ. പക്ഷെ ഇവിടെ 10 മിനിറ്റ് ഇവർ അനുവദിക്കത്തുള്ളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇവർ അനുവദിക്കത്തില്ല. ഒരു 10 മിനിറ്റ് മാത്രമേ ഇവർ അനുവദിക്കത്തുള്ളൂ. പിന്നെ നല്ല മഴ